ഹലോ, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ബിരിയാണിയാണ് കല്യാണ ബിരിയാണി. കാരണം അധികം മസാലകളൊന്നും ഇല്ലാതെ പക്ഷേ ഭയങ്കര ടേസ്റ്റി ആയിരിക്കും കേട്ടോ. അതേ ബിരിയാണി നമുക്ക് വീട്ടിലുണ്ടാക്കി എങ്ങനെ ഉണ്ടാവും, നമുക്ക് ഉണ്ടാക്കി നോക്കാം കേട്ടോ. അതേ നമ്മൾ ഫസ്റ്റ് വേണ്ടത് നമുക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരി, സവാള നന്നായി ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ആദ്യം നമ്മൾ അതാണ് ചെയ്യുന്നത്. അതിന് വേണ്ടി കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ആദ്യം ഞാൻ ഇതിലേക്ക് ചേർത്തത് ഒരു 1/2 ടേബിൾ സ്പൂൺ നെയ്യായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യ് വീണ്ടും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അയ്യോ ഒത്തിരി ഓയിൽ വേണോ നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ, ഒരുപാട് ഓയിൽ ആവില്ല എന്നൊന്നും കരുതണ്ട. അത് ജസ്റ്റ് ഫ്രൈ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അതിനുശേഷം നമ്മൾ ആ ഓയിൽ അതിന് എടുത്ത് മാറ്റും കേട്ടോ. അങ്ങനെ നമ്മൾ അതിലേക്ക് അണ്ടിപ്പരിപ്പ്, കാഷ്യൂനട്ട് ഇട്ടിട്ടുണ്ട്. അത് നന്നായി ഫ്രൈ ആയിട്ട് പിന്നെ നമ്മൾ കിസ്മിസ് ഇട്ട് കൊടുക്കാം. രണ്ടും കൂടെ ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മളെ മുന്തിരി പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് രണ്ടും സെപ്പറേറ്റ് ആയിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കുന്ന ബിരിയാണിയേക്കാൾ തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു ബിരിയാണിയാണ് കേട്ടോ. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ഇതിലൊരുപാട് മസാലയൊന്നും ഇല്ലല്ലോ, ടേസ്റ്റ് ഉണ്ടാവുമെന്ന് കരുതണ്ട. നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണ്, സൂപ്പർ ടേസ്റ്റുള്ള ബിരിയാണിയാണ് ഇട്ടത്. അങ്ങനെ നമ്മൾ അണ്ടിപ്പരിപ്പ്, മുന്തിരിയൊക്കെ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മളതിലേക്ക് സവാള ചെറുതായിട്ട് കനം എത്രത്തോളം കുറക്കാൻ സാധിക്കുമോ അത്രത്തോളം കുറച്ച് അരിഞ്ഞെടുക്കുക. ഒരു ചെറിയ സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചെറുതെന്ന് വെച്ചാൽ വളരെ ചെറുതല്ല, ഒരു മീഡിയം സൈസ് സവാള അത്രയും ഉദ്ദേശിച്ചുള്ളൂ. അത് നന്നായി ഫ്രൈ ചെയ്തെടുക്കണം, കരിഞ്ഞു പോകരുത്. അങ്ങനെ അത് ഫ്രൈ ചെയ്ത് നമ്മൾ മാറ്റിയിട്ടുണ്ട്. അങ്ങനെ ഈ 2 ഐറ്റം നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് മാറ്റിയെടുക്കണം. അങ്ങനെ നമ്മൾ ഒരുപാട് ഓയിൽ ചേർത്തതിൽ നിന്ന് ഒരു 2-3 തവി നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട് ഓയിൽ. ഇനി നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് സവാള, ഒരു വലിയ സൈസ് സവാള ഞാൻ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് മൂത്തിട്ടുണ്ട്, ഫ്രൈ ആവരുത്. എന്നിട്ട് ഫ്രൈ ആയ ശേഷം നമ്മൾ ചിക്കൻ നേരെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. മസാലകളൊന്നല്ല ഇടുന്നത് കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്. ഇനി നമ്മൾ ഇഞ്ചിയുടെ അളവ് പറഞ്ഞാൽ ഇഞ്ചി ചെറിയ കഷ്ണം, വെളുത്തുള്ളി ഒരു 5-6 വെളുത്തുള്ളി കേട്ടോ. ഇനി വേണമെങ്കിൽ 2 പച്ചമുളകും ഇതിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഞാൻ ചേർത്തിട്ടില്ല. ചിക്കൻ ഇങ്ങനെ ഒരു 1 മിനിറ്റ് 2 മിനിറ്റ് ജസ്റ്റ് ഒന്നിങ്ങനെ വേവട്ടെ. ഒരു ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആവില്ലേ, നന്നായി വേവുക എന്നല്ല, ജസ്റ്റ് അതിൻ്റെ സ്കിന്നൊന്നിങ്ങനെ ഫ്രൈ ആവുന്ന സമയത്ത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. 2 ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആവുക. ഈ സമയത്ത് നമ്മൾ എന്ത് ചേർക്കും, നമ്മൾ ഉപ്പ് ചേർക്കും. നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഉപ്പ് ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. കാരണം ഇത് വെന്തിട്ടൊന്നുമില്ല, ഉടഞ്ഞു പോകുന്നില്ല. ഒന്ന് ഇളക്കി കൊടുക്കുക. ഞാൻ പച്ചമുളക് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് ജസ്റ്റ് ഒന്ന് പൊളിച്ച് ഇട്ട് കൊടുത്തിട്ടേ ഉള്ളൂ. ഇനി നമ്മളെന്താ ചേർക്കാൻ പോകുന്ന അറിയോ, നമ്മുടെ തക്കാളി, പഴുത്ത തക്കാളി വേണം. അതൊരു ചെറിയ തക്കാളി മതി, വലിയ തക്കാളി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പുളി അധികം ആവുള്ളൂ. അത് വലിയ കഷ്ണമായിട്ട് അരിഞ്ഞിടാം, ചെറിയ കഷ്ണമായിട്ട് അരിഞ്ഞിടാം, അതൊക്കെ നിങ്ങളെ ഇഷ്ടം പോലെ. തക്കാളി ജസ്റ്റ് ഒന്ന് അതിലൊന്ന് വെന്ത് ഉടഞ്ഞ ശേഷം അതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 കപ്പ് തൈര്, ഏകദേശം ഒരു 5-6 ടേബിൾ സ്പൂൺ തൈര് ഉണ്ടാവും. അത്യാവശ്യം പുളിയുള്ള തൈരാണ്. പുളി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എക്സ്ട്രാ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒക്കെ നിങ്ങളുടെ ഇഷ്ടം നോക്കിയിട്ട് കേട്ടോ. ഇനി നമ്മൾ പതുക്കെ ഇളക്കി കൊടുക്കുക കേട്ടോ. എല്ലാതും ഒന്ന് മിക്സ് ആവേണ്ടി ഒരുപാട് ഇട്ടിട്ട് ഇളക്കരുത്. എന്നിട്ട് അടച്ച് വെച്ച് കുറച്ച് നേരം ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കണം. ഈ തൈര് കിടന്ന് വേവുന്നത് ഉപ്പുണ്ടോ നോക്കണം, മറന്നു പോകരുത്. ഇത് കണ്ടോ, അങ്ങനെ വേവിച്ച് നമ്മൾ 2 ഭാഗം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. കാരണം നമ്മൾ വെള്ളമൊഴിച്ച് അതിനകത്ത് മുങ്ങിക്കിടന്ന് ചിക്കൻ വേവുകയല്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് കണ്ടും അറിഞ്ഞൊക്കെ ചെയ്യുക. പിന്നെ നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാളയില്ലേ, അത് ഇതിലേക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. വേണമെങ്കിൽ കുറച്ച് എടുത്ത് വെക്കാം, അവസാനം ഡെക്കറേഷന് വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ആ സവാള മുഴുവൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഒരു 1/2 മുറി നാരങ്ങ കുരു ഇല്ലാതെ ചേർത്ത് കൊടുക്കുക. കുരു ഇട്ടാൽ ചെറിയ കയ്പ്പ് വരുമെന്ന് പറയുന്നുണ്ട്. എനിക്കങ്ങനെ ഒരു അനുഭവം ഉണ്ടായതായിട്ട് അറിയില്ല, കേട്ടറിവ് മാത്രമാണ്. അതുകൊണ്ട് കുരുവൊന്നുമില്ലാതെ ശ്രദ്ധിച്ച് 1/2 മുറി നാരങ്ങ പിഴിഞ്ഞ് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് ഇനി നന്നായിട്ടൊന്ന് വേവട്ടെ. ഇനിയിപ്പോൾ ഈ വീഡിയോ കാണുന്നവരുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു ചെറിയ സംശയമായിരിക്കും, ഇവളെന്താ മുളക് പൊടി ഇടാൻ മറന്നതാ, അത് മഞ്ഞപ്പൊടി ഇട്ടിട്ടില്ലല്ലോ, ഈ കളർ ഉണ്ടാവില്ലേ, ഇനി ചിക്കൻ മസാല ഇട്ടിട്ടില്ല, ടേസ്റ്റ് ഉണ്ടാവില്ലേ, മല്ലിപ്പൊടി ഇട്ടിട്ടില്ല, കറിവേപ്പില ഇട്ടിട്ടില്ല, ഇതെന്താ ഇവിടെ മറന്നുപോയതാ, ഇങ്ങനെ കഴിച്ചാൽ ടേസ്റ്റ് ഉണ്ടാവുമോ? പക്ഷേ നമ്മൾ ഈ ഒരു മസാല മാത്രമേ ചേർക്കുന്നുള്ളൂ, നമ്മൾ ഗരം മസാല. അത് നമ്മൾ അതിലും ചേർക്കുന്നുണ്ട്, ഇതിലും ചേർക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി അഥവാ നിങ്ങൾക്കിത് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടേ മതിയാവൂ എന്നുണ്ടെങ്കിൽ ഒരു 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടി വേണമെങ്കിൽ ഇട്ടോളൂ, മഞ്ഞൾപ്പൊടിക്ക് വേണമെങ്കിൽ ഇട്ടോളൂ. അതില്ലാതെ പറ്റില്ല എന്നുണ്ടെങ്കിൽ മാത്രം. പക്ഷെ ഞാനതൊന്നും ചേർക്കുന്നില്ല കേട്ടോ. അത് ചേർക്കാതെയാണ് കൂടുതൽ ടേസ്റ്റ്. നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ. ടേസ്റ്റ് ഇല്ലെങ്കിൽ പിന്നെ ചേർത്താൽ മതി. നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മൾ കല്യാണ വീട്ടിലൊക്കെ പോകുന്ന ബിരിയാണികളിൽ മസാല ഒന്നും ഉണ്ടാവില്ല. ശരിക്കും നമ്മുടെ റൈസ്, നമ്മുടെ ചിക്കനൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിൻ്റെ സീക്രട്ട് ഇതാണ്. ഇതിൽ മസാല ഒന്നും അവരിടുന്നില്ല, ജസ്റ്റ് ഗരം മസാല. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ബിരിയാണി മസാല ഉണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ. അത് നിങ്ങൾ ചേർത്തോട് കുഴപ്പമൊന്നുമില്ല, അത് വേണമെങ്കിൽ ചേർക്കാം. അങ്ങനെ ഇനി നമുക്കത് അടച്ച് വെച്ചൊന്ന് വേവട്ടെ. അത്യാവശ്യം വെന്തതിന് ശേഷം മാത്രം ഇനി അടുത്ത സ്റ്റെപ്പ് ചെയ്താൽ മതി കേട്ടോ. വെന്തിട്ട്, കാരണം നമ്മൾ ഇനി അത് വേവാനായിട്ട് വേറെ സമയമില്ല, ഇത് മാത്രമേ ഉള്ളൂ പരിപാടി. ഇനി ഇതിന് മുകളിൽ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കും മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ അടച്ച് വെച്ച് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കണം അടി പിടിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ളത്. എന്നിട്ട് ഇളക്കി കൊടുത്ത് വേവിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ട് മറിച്ച് കൊടുത്ത് വേവിച്ചെടുക്കണം. കുറച്ച് സമയം എടുക്കും, കുറച്ച് വെയിറ്റ് ചെയ്യണം, ക്ഷമ വേണം.
അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് പതുക്കെ ഇളക്കണേ, കാരണം വെന്തിട്ടുണ്ടെങ്കിൽ പിന്നെ അത് എല്ലും ചിക്കനിൻ്റെ പീസും മീറ്റൊക്കെ വേറെ കിട്ടും. അങ്ങനെ അത്യാവശ്യം നന്നായി ഒരു മുക്കാൽ ഭാഗമല്ല ഫുള്ളായിട്ട് വെന്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ മല്ലിയിലിട്ടും. പുതിനയില ഇടുന്നില്ലേ സംശയമുണ്ടോ? ഇടുന്നില്ല കേട്ടോ, എന്നെ സംശയിക്കണ്ട, വെറും മല്ലിയില മാത്രമേ നമ്മൾ ഇതിലിടുന്നുള്ളൂ. അങ്ങനെ ഇട്ട് ഒരു ജസ്റ്റ് ആ മല്ലിയിൽ അതിലൊന്ന് മിക്സ് ആവട്ടെ, അതിന് വേണ്ടി 2 മിനിറ്റ് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ ചിക്കനും ആ മല്ലിയിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യും, ഇത് അടച്ചു വെക്കും. ഇത് അടുത്ത പരിപാടി നമ്മൾ നെയ്ച്ചോറുണ്ടാക്കലാണ്. നെയ്ച്ചോറുണ്ടാക്കിയിട്ട് അങ്ങനെ നമ്മൾ റൈസ് ഉണ്ടാക്കിയിട്ട് ഇതിലേക്ക് ഇടാൻ പോകുന്നത്. അങ്ങനെ ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് പോവുകയാണ്. നമ്മൾ ആദ്യം ഉള്ളി ഫ്രൈ ചെയ്തിരുന്നില്ല, ആ ഓയിലാണ് ആദ്യം ഒഴിച്ചിട്ടുള്ളത്. ഒരു തവി ഒഴിച്ചിട്ടുണ്ട്, പിന്നെ ഒരു 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വളരെ കുറച്ച് സവാള കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഹോൾ സ്പൈസസ്, നമ്മുടെ പട്ട, ഗ്രാമ്പ്, ഏലക്കായി, പിന്നെ അതുപോലെ ഉണക്കനാരങ്ങ എല്ലാം ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് മൂപ്പിച്ചെടുക്കുക. ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതി. ഇനി ഇതിലേക്ക് 3 ഗ്ലാസ് ബിരിയാണി അരി ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് അരി വറുക്കാന്നല്ല കേട്ടോ ഉദ്ദേശിച്ചത്, ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുക. അതായത് ആ ഓയിലും ആ നെയ്യൊക്കെ ഇതിലൊന്ന് മിക്സ് ആവുക, അത്രയേ ഉള്ളൂ. ഒരുപാട് സമയമൊന്നും വേണ്ട, ഒരു 2-3 മിനിറ്റ് ഒന്ന് നന്നായി ഇളക്കി കൊടുത്താൽ മതി. പിന്നെ അരി എടുക്കുമ്പോൾ ജീരകശാല റൈസ് ആണെങ്കിൽ വളരെ ടേസ്റ്റി ആയിരിക്കും. അങ്ങനെ ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ ഹൈ ഫ്ലെയിമിൽ കൊണ്ട് മിക്സ് ആക്കി ചെയ്തിട്ട് ഒന്ന് വറുത്തെടുക്കുക. ഇനി ഇതിലേക്ക് എന്ത് ചെയ്യാം, നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ നേരത്തെ അളന്ന് വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം. 3 ഗ്ലാസ് അരിക്ക് 6 ഗ്ലാസ് വെള്ളം, അത് കൃത്യമായി അളന്ന് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഒരു പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ഒരു പച്ചമുളക് അത്യാവശ്യം എരിവുള്ളതുകൊണ്ടാണ്, എരിവില്ലെങ്കിൽ 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 3 അല്ലി വെളുത്തുള്ളി, കുറച്ച് ക്യാരറ്റ്, പിന്നെ ഇതിലേക്ക് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഒന്ന് ഇളക്കി ഉപ്പൊക്കെ പാകത്തിൽ നോക്കിയിട്ട് അടച്ച് വെച്ച് വേവിക്കുക. അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിൽ വെക്കണം. ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് തിള വന്ന ശേഷം ലോ ഫ്ലെയിമിലേക്ക് വെക്കുക. ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഹൈ ഫ്ലെയിമിലേക്ക് വെക്കരുത്, കാരണം അരി വേവില്ല, അത് പെട്ടെന്ന് അടി പിടിച്ച് പോവുകയും ചെയ്യും കേട്ടോ. അങ്ങനെ ഏകദേശമൊക്കെ വെന്തിട്ടുണ്ട്. ഇടക്കിടക്ക് ഒന്ന് തുറന്ന് നോക്കി ഇളക്കുന്നത് നന്നായിരിക്കും. ഇനി ഒരുപാട് സമയമൊന്നും ആവശ്യമില്ല, വളരെ പെട്ടെന്ന് തന്നെ ആവും. പിന്നെ വെള്ളമൊക്കെ ഒന്ന് വറ്റി നമ്മൾ റൈസൊക്കെ റെഡിയാവും. പിന്നെ വെള്ളം ചേർക്കുന്നത് നമ്മൾ ഓരോ അരിക്കനുസരിച്ചാണ് കേട്ടോ, അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന അരി എന്താണെന്നുള്ളത് നമുക്കറിയാലോ, അതിനനുസരിച്ച് ചേർക്കണം. അങ്ങനെ നമ്മുടെ റൈസും ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ പരിപാടികളിലേക്ക് കിടക്കാം. ഇനി എല്ലാം മിക്സ് ചെയ്യുന്ന പരിപാടിയാണ് അടുത്തത്. നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചിക്കൻ ഓർമ്മ ഉണ്ടാവില്ലേ, ആ ചിക്കനിലേക്ക് നമ്മുടെ ഈ റൈസ് ഇട്ട് കൊടുക്കുക. ഒരു പകുതി ഇട്ടിട്ട് പിന്നെ നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിന് മുകളിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടില്ലേ അത്, പിന്നെ കുറച്ച് സവാള ഫ്രൈ ചെയ്തത്, പിന്നെ നമ്മൾ എന്താ ചേർക്കുന്നത്, മല്ലിയില, പിന്നെ കുറച്ച് ഗരം മസാല, പിന്നെ നമ്മൾ കുറച്ച് RKG മിൽമ നെയ്യ്, നമ്മൾ നെയ്യ് ചേർത്തിട്ടുണ്ട്. വീണ്ടും നമ്മൾ ബാക്കി ഉണ്ടായിരുന്ന റൈസ് ഇതിന് മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം. വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രോസസ്സ് തന്നെ, ഗരം മസാല, മല്ലിയില, അണ്ടിപ്പരിപ്പ്, മുന്തിരി, സവാള ഫ്രൈ ചെയ്തത്, മല്ലിയില, അങ്ങനെ എല്ലാം ഇട്ടിട്ട് അടച്ച് വെച്ച് ഒരു 5-10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബിരിയാണിയുടെ പരിപാടി. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ. നിങ്ങളെല്ലാം ട്രൈ ചെയ്യുകൊണ്ടു, വളരെ സിമ്പിൾ, വളരെ ടേസ്റ്റി. അതാണ് നമ്മുടെ ബിരിയാണിൻ്റെ പ്രത്യേകത. പിന്നെ ഈ ബിരിയാണി വിളമ്പുന്നതിന് മുന്നേ ഞാൻ ആദ്യം ഉമ്മാക്ക് വിശക്കാന്ന് പറഞ്ഞപ്പോൾ ബിരിയാണി വിളമ്പി കൊടുത്തിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ. ഇത് ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വിളമ്പിയതാണ്. കുറച്ച് തൈരും, അതായത് ഉള്ളി, അച്ചാറൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള നല്ല ചൂട് ബിരിയാണിയാണ്. എല്ലാവരും ട്രൈ ചെയ്തുകൊണ്ടു. അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്